മനോഹരമായ നീലക്കടൽ കൊണ്ടും പവിഴപ്പുറ്റുകൾ കൊണ്ടും പേരുകേട്ട ലക്ഷദ്വീപിന്റെ രക്തക്കറ പുരണ്ട ചരിത്രം അധികമാർക്കും അറിയില്ല. അധിനിവേശത്തിനു വേണ്ടി പല പോരാളികളും അവിടെ മാറി മാറി പടപൊരുതിയ ആ ലക്ഷദ്വീപ് ചരിത്രം ഐതിഹാസികമാണ്. പറങ്കികളും മമ്മാലികളും ഡച്ചുകാരും അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് പടയും അറക്കലെ ബീവിമാരുമൊക്കെ മാറി മാറി ഭരിച്ച നമ്മുടെ ലക്ഷദ്വീപ് ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: നിങ്ങൾ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഏറെ ആകർഷിച്ചത് എന്താണ്? എന്തായാലും കമന്റ് ചെയ്യൂ. സംഘകാലത്തിലെ എന്ന പോലെ കൂട്ടായ്മ ജീവിതം നയിക്കുന്ന സമാധാന പ്രിയരായ ജനതയാണ് ലക്ഷദ്വീപുകാർ. ഐതിഹ്യപ്രകാരം മക്കയ്ക്ക് പോയി തിരിച്ചു വരാത്ത ചേരമാൻ പെരുമാളിനെ തിരക്കി പുറപ്പെട്ടവരുടെ സംഘം കപ്പൽ തകർച്ചയെ തുടർന്ന് ലക്ഷദ്വീപുകളിലൊന്നിൽ അഭയം തേടിയെടുത്തു നിന്നാണ് തുടക്കം. ആ സംഘം തിരിച്ച് കണ്ണൂരിലെത്തിയ ശേഷം കോലത്തിരി രാജാവിനെ കണ്ട് കാര്യമുണർത്തിച്ചു. മനോഹരവും ഫലഭൂയിഷ്ടവുമായ പുതിയ കുറേ നാടുകൾ, തെങ്ങുകൃഷിക്ക് ഏറ്റവും പറ്റിയ കന്നിമണ്ണാണതെന്ന് അവർ പറഞ്ഞു ഫലിപ്പിച്ചപ്പോൾ താല്പര്യമുള്ള ആർക്കും അവിടെ പോയി ഇഷ്ടമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാമെന്ന് രാജാവിന്റെ അനുവാദം വന്നു. കണ്ണൂരിൽ നിന്ന് ഒട്ടേറെ കുടുംബങ്ങൾ പായ്ക്കപ്പലുകളിൽ കയറി ദ്വീപുകളിലേക്ക് ആവാസമുറപ്പിച്ചു. അമീനി, അന്ത്രോത്ത്, കൽപ്പേനി, കവരത്തി എന്നിവിടങ്ങളിലാണ് ആദ്യം പോയവർ ആവാസം ഉറപ്പിച്ചത്. തറവാടികൾ എന്ന് സ്വയം അഭിമാനിച്ച അവർ തങ്ങളുടെ ദ്വീപുകളെ തറവാട്ടു ദ്വീപുകൾ എന്ന് പേരിട്ട് വിളിച്ചു. ദ്വീപുകൾ കാർഷിക സമൃദ്ധമായി. തേങ്ങയും കയർ ഉൽപ്പന്നങ്ങളും നിറഞ്ഞു. അറബി കച്ചവടക്കാരുടെ ഇടത്താവളം, അറബിക്കടലിലെ വാണിജ്യ കപ്പലുകളുടെ അറ്റകുറ്റപ്പണി കേന്ദ്രം, കോലത്തിരി രാജാവ് ദ്വീപുകളുടെ തമ്പുരാനുമായി. കണ്ണൂർ ഭാഷയും കണ്ണൂർ സംസ്കാരവുമുള്ള മരുമക്കത്തായും തുടരുന്ന ദ്വീപുകൾ എന്ന നിലയിൽ ലക്ഷദ്വീപ് ലോക പ്രസിദ്ധമായി മാറി. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ആദ്യ കാലങ്ങളിൽ തന്നെ ലക്ഷദ്വീപിൽ ഇന്ന് കാണുന്ന ദ്വീപുകൾ നിലവിലുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. BC 2500-നും 500-നും ഇടയിൽ ഫിനീഷ്യക്കാരും സഭായികളും അറബികളും ലക്ഷദ്വീപ് വഴി മുസിരീസിലേക്ക് യാത്ര ചെയ്തു. BC 1500-ൽ ഉപയോഗിച്ച മൺപാത്രങ്ങൾ കൽപ്പേനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. BC 200 മുതൽ AD 50 വരെ റോമക്കാർ മലബാറുമായി കച്ചവടം നടത്തിയിരുന്ന കാലത്തും ലക്ഷദ്വീപ് വഴിയാണ് യാത്ര ചെയ്തിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ റോമൻ നാണയങ്ങൾ 1948-ൽ കടമത്ത് ദ്വീപിൽ നിന്നും കണ്ടെടുത്തിരുന്നു. AD 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതക്കാർ ഇവിടെ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. AD 662-ലാണ് ഇസ്ലാം മത പ്രബോധകൻ ഹസ്രത്ത് ഉബൈദുല്ല ഇബ്നു മുഹമ്മദ് അമിനി ദ്വീപിലെത്തിയത്. ആ വർഷം തന്നെ അദ്ദേഹം ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി, കവരത്തി എന്നീ ദ്വീപുകളിൽ ജുമാ മസ്ജിദുകൾക്ക് തറക്കല്ലിട്ടു. AD 985-ൽ രാജരാജ ചോള എന്ന ചോള രാജാവ് ദ്വീപുകൾ കീഴടക്കിയതായി തഞ്ചാവൂർ ലിഖിതങ്ങളിൽ കുറിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് മമ്മാലികളുടെ ഭരണം അങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് ഇന്ത്യയെ കോളനിയാക്കാൻ പോർച്ചുഗീസുകാർ അഥവാ പറങ്കികൾ അറബിക്കടലിനെ ഒരു കാലത്ത് ചോരക്കടലാക്കിയിരുന്നു. കനത്ത പോരാട്ടങ്ങളാണ് ലക്ഷദ്വീപിനെ ചൊല്ലി അക്കാലത്ത് അരങ്ങേറിയത്. ദ്വീപിന്റെ ഭരണം കയ്യാളിയ മമ്മാലിക്കിടാവുകൾ അഥവാ അറക്കൽ ആലി രാജാക്കന്മാരുടെ ആഴിയിലെ ആധിപത്യം തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാട്ടി. കോലത്തിരിയാണ് ലക്ഷദ്വീപ് രാജാവെങ്കിലും യഥാർത്ഥ ഭരണാധികാരി മമ്മാലിക്കിടാവുകളായിരുന്നു അഥവാ മമ്മാലി മരക്കാറായിരുന്നു. കോലത്തിരിയുടെ നാവികത്തലവൻ 5-ാം മമ്മാലി എന്നറിയപ്പെടുന്ന ആലിമൂസ മാലദ്വീപ് പിടിച്ചടക്കിയതോടെ കണ്ണൂർ നഗരത്തിന്റെ അധിപർ എന്നതിനൊപ്പം ആഴി രാജാവ് എന്ന പേരും പദവിയും കൂടി ചാർത്തി കിട്ടുന്നു. എന്നാൽ മാലദ്വീപ് പോർച്ചുഗീസ് ആധിപത്യത്തിലാണെന്ന് ആൽബുക്കർക്ക് പ്രഖ്യാപിച്ചതോടെ സിലോണിനടുത്തുള്ള കടലിൽ പറങ്കി കണ്ണൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മമ്മാലി മരക്കാരുടെ നേതൃത്വത്തിൽ 1523-ൽ നടന്ന ആ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ കണ്ണൂരിലെ ബലഹസനെ കണ്ണൂർ കോട്ടയിൽ പോർച്ചുഗീസ് വൈസ്രോയി ഹെൻറിക് ഡി മൈനസ് തൂക്കിക്കൊന്നു. പിന്നീട് കുറെ കാലം ക്ഷീണത്തിലായ അറക്കൽ ആലി രാജാമാർ 1660 കാലത്ത് ഡച്ചുകാർക്കൊപ്പം നിന്ന് പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതുകയും അവസാനം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഡച്ചുകാരാവട്ടെ കണ്ണൂർ കോട്ടയും കണ്ണൂർ ഭരണവും അറക്കലുകാർക്ക് കൈമാറി സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. 1847-ൽ ആന്ത്രോത്ത്, കൽപ്പേനി ദ്വീപുകളിൽ വൻ വെള്ളപ്പൊക്കം ഉണ്ടായി. 549 പേർ മരിച്ചു. 744 വീടുകൾ തകർന്നു. ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ അറക്കൽ കുടുംബത്തിന് സാധിക്കാതെ വന്നു. ഇംഗ്ലീഷുകാർ ദ്വീപിൽ അറക്കൽ ബീവിക്ക് വേണ്ടി അരിയും സാധനങ്ങളും വിതരണം ചെയ്തു. കപ്പത്തിന് പുറമെ ദുരിതാശ്വാസത്തിന് ചെലവായ 9300 രൂപ അവർക്ക് കടമായി. പ്രളയത്തെ തുടർന്നുണ്ടായ കാർഷിക തകർച്ച കാരണം ബീവിക്ക് അവിടെ നിന്ന് വരുമാനം നിലച്ചു. അതിനിടെ ദ്വീപ് നിവാസികൾ അറക്കലിന്റെ കയർ കുത്തക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരവും തുടങ്ങി. അതോടെ അവരെ കടക്കെണിയിലാക്കി പിടിച്ചടക്കുക, അതിന് നാട്ടുകാരുടെ സമ്മതി നേടുക എന്ന ബ്രിട്ടീഷ് തന്ത്രം പാടെ വിജയിച്ചു. പല നടപടികൾക്കൊടുവിൽ 1908 നവംബർ 15-ന് ലക്ഷദ്വീപുകളുടെ അധികാരമടക്കം രാജാധികാരങ്ങളെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വിട്ടുകൊടുക്കാൻ അറക്കൽ ആദിരാജ ഇമ്പിച്ചി ബീവി നിർബന്ധിതയായി. ദാരിദ്ര്യത്തിലായിരുന്ന ലക്ഷദ്വീപിൽ ജനങ്ങളെ ആധുനിക ജീവിതത്തിലേക്ക് ഉയർത്തിയത് സ്വാതന്ത്ര്യാനന്തരം സ്വീകരിച്ച നയങ്ങളിലൂടെയാണ്. ലക്ഷദ്വീപിലെ ഭരണം നൂറ്റാണ്ടുകളോളം കയ്യാളിയത് കണ്ണൂർ അറക്കൽ കെട്ടിൽ നിന്നാണ്.
പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ശേഷവും കുറെ കാലം കണ്ണൂരിൽ നിന്ന് ഭരണം തുടർന്നിരുന്നു. പിന്നീട് വടക്കൻ ദ്വീപുകൾ സൗത്ത് കനറ കളക്ടറുടെയും തെക്കൻ ദ്വീപുകൾ കോഴിക്കോട്ടെ മലബാർ കളക്ടറുടെയും അധീനതയിലായി. 1956 സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായാണ് ലക്ഷദ്വീപ് മിനിക്കോയ് അമേനി എന്ന പേരിൽ കേന്ദ്രഭരണ പ്രദേശമായി രൂപവൽക്കരിച്ചത്. 1973 ലക്ഷദ്വീപ് എന്ന പൊതുപേര് നിലവിൽ വന്നു. ദ്വീപ് നിവാസികൾക്കല്ലാതെ ഭൂമിയിൽ അവകാശമില്ലെന്നും അവർക്കിടയിലുള്ള കൈമാറ്റം പോലും ഭരണകൂടത്തിന്റെ സമ്മതത്തോടെ പറ്റുകയുള്ളൂവെന്നും 1964 രാഷ്ട്രപതി വിജ്ഞാപനവും ചെയ്തു. ഇന്ന് ലക്ഷദ്വീപ് തികച്ചും ഒരു സമാധാന പ്രിയരുടെ ലോകമാണ്. അവർ സൽക്കാരപ്രിയരാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായ മനുഷ്യർ. പ്രകൃതി കനിഞ്ഞു നൽകിയ കാഴ്ചകൾ, പവിഴപ്പുറ്റുകൾ സുരക്ഷയാകുന്ന ദ്വീപുകൾ, തിമിംഗലം മുതൽ മാസ് വരെയുള്ള മത്സ്യസമ്പത്ത് തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള നാടാണ് ലക്ഷദ്വീപ്. ഇവിടെ എത്തുന്ന ഏതൊരാളെയും തികഞ്ഞ ആതിഥ്യ മര്യാദയോടെയാണ് നാട്ടുകാർ സ്വീകരിക്കാറ്. ആദ്യമായി പരിചയപ്പെടുന്നവരെ പോലും സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചിട്ടേ അവർ മടക്കി അയക്കാറുള്ളൂ. പരസ്പര സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.